ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എൻ്റെ എല്ലാ വാത്സല്യ സഹോദരന്മാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദീർഘനാളുകൾക്ക് ശേഷം നമുക്കിപ്രകാരം വീണ്ടും പല ഭവനങ്ങളിൽ ഇരുന്നാണെങ്കിലും ദൈവവചനം ഒരുമിച്ച് പഠിക്കുവാൻ, ചിന്തിക്കുവാനായിട്ട് ദൈവം ഒരു അവസരം നൽകിയതോർത്ത് ദൈവത്തിന് എല്ലാ മഹത്വവും കരയറ്റുന്നു. കോട്ടയം സഭയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനേക വർഷങ്ങളായിട്ട് ദൈവവചന പഠനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. സാധാരണ ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസങ്ങളിൽ സഭകളിലൊന്നും മീറ്റിംഗ് ഇല്ല. എന്നാൽ ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷവും തൊട്ടടുത്ത ദിവസം തന്നെ ദൈവവചന പഠനത്തിന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുന്ന ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കട്ടെ, സഭയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടെ ദൈവത്തിന് എല്ലാ മഹത്വവും കരയറ്റുകയാണ്. ദൈവകൃപയാൽ ഞങ്ങളും കട്ടപ്പനയിൽ ക്ഷേമമായിട്ടിരിക്കുന്നു. ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കുന്നു. ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് അപേക്ഷിക്കുന്നു. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ, തിമോത്തിയോസിൽ നിന്നുള്ള ചില ചിന്തകളാണ് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകം പല പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ധാരാളം തവണ ഇടയലേഖനങ്ങളിൽ നിന്നുള്ള സന്ദേശവും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തിമോത്തിയോസിൻ്റെ ലേഖനം പഠിക്കുക അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇടയലേഖനം മുഴുവനായിട്ട് വാക്യങ്ങൾ ഓരോന്നും എടുത്ത് പഠിക്കുകയല്ല ഞാൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനുള്ള സമയവും നമ്മുടെ മുമ്പാകെ ഇല്ലല്ലോ. എങ്കിലും ഇതിൽ നിന്ന് ചില പ്രധാനപ്പെട്ട വേദഭാഗങ്ങളിൽ കൂടെ ഒന്ന് കടന്നുപോയി പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം പാലിക്കേണ്ട, നമ്മുടെ ഈ ജീവിത കാലഘട്ടത്തിൽ കർത്താവിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഒരാവർത്തി കൂടെ ഒന്ന് ഓർത്തെടുക്കുവാൻ, നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ കൂടെ ഒന്നുകൂടെ കടന്നുപോയി ചില ആത്മീയ സത്യങ്ങൾ കൂടെ കൂട്ടായിട്ട് ഒന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് 1-ാം അധ്യായത്തിൽ നിന്ന് 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമെന്ന് പറഞ്ഞ സഹോദരൻ വായിച്ചാലും. മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. തിമോഥെയോസിന്റെ 1-ാം ലേഖനം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വാക്യവും ആ വാക്യത്തോടനുബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ വിശദമാക്കുന്ന ചില കാര്യങ്ങളുമാണ് 18-ാമത്തെ വാക്യത്തിലും പിന്നീട് 19, 20 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗം 18-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം നല്ല യുദ്ധസേവ ചെയ്യുക. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നത് യു ഫൈറ്റ് ദ ഗുഡ് ഫൈറ്റ്, നല്ല പോരാട്ടം കഴിക്കുക. മലയാളം പഴയ പരിഭാഷയിൽ യുദ്ധസേവ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല പോരാട്ടം കഴിക്കുക എന്ന് നമുക്കതിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് അറിവുള്ളതുപോലെ ആത്മീയ ജീവിതം ഒരു പോരാട്ടമാണ്, അല്ലെങ്കിൽ ഒരു പോരാട്ട കളത്തിലാണ് നാം എല്ലാവരും ആയിരിക്കുന്നത്. തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തില് പ്രാരംഭ അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ നമ്മളൊരു പടയാളിയുടെ ശുശ്രൂഷ, 2-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഒരു പോർക്കളത്തിലാണ്, ഒരു പടയാളിയുടെ ശുശ്രൂഷയാണ് നാം ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് ഉപദേശം കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 1 തിമോഥെയോസിന്റെ ലേഖനത്തിലും പലയാവർത്തി പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനെ, തൻ്റെ വാത്സല്യ ശിഷ്യനായ തിമോഥെയോസിനെ നമ്മൾ വിശ്വാസ ജീവിതത്തിന് വേണ്ടി പോരാട്ടം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കറിയാം നാമും ഉൾപ്പെട്ടിരിക്കുന്ന ഈ വിശ്വാസ ജീവിതത്തിൽ ഒരു പോരാട്ടമുള്ള ജീവിതമാണ് നാം ഓരോരുത്തരും കഴിക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ആത്മാവും ജഡവും തമ്മിലുള്ള ഒരു പോരാട്ടമുണ്ട്. ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും വിരോധമായിരിക്കുന്നു. അപ്പോൾ ദൈവമക്കളുടെ ആത്മാവും ജഡവും തമ്മിലുള്ള ഒരു പോരാട്ടം ഈ ലോകത്തിൽ തന്നെയുണ്ട്. ആ പോരാട്ടത്തിൽ ജയിച്ച് മുന്നോട്ട് പോകുവാനായിട്ടാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ
നമ്മുടെ ശത്രുക്കളെ കുറിച്ച് തിരുവചനം നമ്മളെ ബോധവൽക്കരിക്കുന്നുണ്ട്. നമ്മൾ ആരോടൊക്കെ പോരടിക്കണം എന്നതിനെക്കുറിച്ച് നമ്മെ തിരുവചനം ശക്തമായിട്ട് പത്യോപദേശത്തിൽ കൂടെ നമ്മെ ബോധവൽക്കരിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ലോകത്തിലുള്ള ആളുകളോടല്ല നമ്മുടെ പോരാട്ടം. പൗലോസ് അപ്പോസ്തലൻ തന്നെ കുറിച്ചു വച്ചിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോട് അല്ല, നേരെ മറിച്ച് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോടും അത്രേ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ പല പ്രാവശ്യം തിരുവചനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരാശയമാണ് നമ്മൾ ഒരു പോരാട്ടത്തിലാണ്. വിശ്വാസ ജീവിതം തന്നെ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ വിജയിക്കുവാനായിട്ട്, മുന്നോട്ടോടുവാനായിട്ട് ദൈവകൃപ ധാരാളം ആവശ്യമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യങ്ങളൊക്കെ ദൈവാത്മാവിൽ രേഖപ്പെടുത്തുമ്പോൾ പറയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, തിമോത്തിയോസിന്റെ ഒരു സ്വഭാവ രീതി പൊതുവെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അല്പം ഒരു ടിമിഡായിട്ടുള്ള, അല്പം ഒരു ലജ്ജയ്ക്കുള്ള ഒരു യൗവനക്കാരനായിരിക്കണം തിമോത്തിയോസ്. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. അപ്പോൾ ഒരു യൗവനക്കാരൻ പിന്തുടരേണ്ട ചില പ്രത്യേക ചിന്തകളെ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പങ്കുവെക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. 2 തിമോത്തിയോസ് അതിന്റെ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, 2 തിമോത്തിയോസ് 1:7 അവിടെ തിമോത്തിയോസിനെ കുറിച്ചുള്ള വേറൊരു സൂചന കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 തിമോത്തിയോസ് 1:7 ആത്മാവിനെ അല്ല, ശക്തിയുടെ സ്നേഹത്തിന്റെ സുബോധത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നത്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പോൾ ഈ തിമോത്തിയോസിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, നേരെ മറിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവ് എന്താണ്? ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ ശക്തിയുടെ ഒരു ആത്മാവിനെ, സുബോധത്തിന്റെ ആത്മാവിനെ, അതുപോലെ തന്നെ സ്നേഹത്തിന്റെ ആത്മാവിനെയൊക്കെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ പോരാട്ടമുള്ള ജീവിതത്തിൽ ദൈവശക്തിയോടുകൂടെ, ദൈവകൃപയോടുകൂടെ, ദൈവത്തോടുള്ള ആ പ്രതിബദ്ധതയോടുകൂടെ പോരാട്ടം കഴിക്കണം. ഒരു പേടി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആവശ്യമില്ല. കാരണം ദൈവം നമുക്ക് ശക്തിയും ബലവും കൃപയും ഒക്കെ നൽകുന്നത് കൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയും എന്നുള്ള ആശയം പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പരാമർശിക്കുകയാണ്. അദ്ദേഹം ഒരു യൗവനക്കാരനായിരുന്നു. നമുക്കറിവുള്ളതാണല്ലോ. തിമോത്തിയോസിനെ കുറിച്ച് നമ്മൾ ഒത്തിരി പഠിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ലുസ്ത്ര പട്ടണത്തിൽ അപ്പോസ്തലനായ പൗലോസ് കല്ലേറ് കൊണ്ട് മരണത്തിന്റെ അവസ്ഥയിൽ അദ്ദേഹം എത്തിച്ചേരുകയാണ്. മറ്റുള്ളവർ തന്നെ മരിച്ചവനായിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നു. എന്നാൽ ദൈവം തനിക്ക് ജീവനെ മടക്കി കൊടുത്ത് താൻ കാലൂന്നി എഴുന്നേറ്റ് അവിടെ നിന്ന് പോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ലുസ്ത്ര പട്ടണത്തിനുണ്ടായിരുന്ന ഒരു യൗവനക്കാരനായിരുന്നു ഈ തിമോത്തിയോസ് എന്നാണ് നമ്മൾ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് തൻ്റെ ശുശ്രൂഷയിൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച്, പീഡനത്തെക്കുറിച്ച്, മറ്റ് പ്രായോഗികമായ തടസ്സങ്ങളെ കുറിച്ച് എല്ലാം അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു തിമോത്തിയോസ്. തൻ്റെ വല്യമ്മയും അമ്മയും ഒക്കെ തന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് അയക്കുകയാണ്. എന്നാൽ ഒരു യൗവനക്കാരൻ എന്നുള്ള നിലയിൽ ചില സംശയങ്ങളും ചില പേടികളും ഒക്കെ ഈ തിമോത്തിയോസിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ തിമോത്തിയോസ് ഒരിക്കലും ഇങ്ങനെ പേടിച്ചു പോകരുത്. ധൈര്യത്തോടുകൂടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഓടണം. എന്ത് തന്നെ സംഭവിച്ചാലും ദൈവം നൽകിയിരിക്കുന്ന ആത്മാവ് ശക്തിയുടെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ആത്മാവാണ്. ആ ആത്മാവിൽ ക്രിസ്തീയ ജൈത്രയാത്ര ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരാശയമാണ് പൗലോസ് അപ്പോസ്തലൻ നൽകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കും ഈ കാലഘട്ടത്തിലും ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ട് ഈ പോരാട്ടമുള്ള വിശ്വാസ ജീവിതത്തിൽ ധൈര്യത്തോടെയും സമാധാനത്തോടെയും പ്രത്യാശയോടും കൂടെ മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് തന്നെ മടങ്ങി വരാം. 1-ാം അധ്യായം 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ വായിച്ചത്. അവിടെ എങ്ങനെയാണ് ഈ യുദ്ധസേവ കഴിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പോരാട്ടം കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ചില കാര്യങ്ങൾ തിമോത്തിയോസിന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്.
നമ്മുടെയും പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിൽ ഈ പോരാട്ട കളത്തിൽ എങ്ങനെ നമുക്ക് വിജയം കൈവരിക്കാം എന്നതിന് ഇവിടെ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്കും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാവുന്നതാണ്. അത്തരത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെ നമുക്ക് ഈ നല്ല പോരാട്ടം കഴിക്കാം. നമ്മളൊരു യുദ്ധകളത്തിലാണ്, ഒരു പോരാട്ട കളത്തിലാണ്. എങ്ങനെ നമുക്ക് നല്ല പോരാട്ടം കഴിക്കാം എന്നുള്ള ചിന്ത ഈ വാക്യങ്ങളിൽ നിന്നുകൊണ്ട് വേഗത്തിൽ പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് 18-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ സംബോധന ചെയ്യുന്നത് മകനെ തിമോത്തിയോസെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു പിതാവും മകനുമായിട്ടുള്ള ഹൃദയബന്ധം, അതിന്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ സംബോധന ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, നല്ല പോരാട്ടം കഴിക്കുവാനായിട്ട് നമുക്ക് ഈ ആത്മീക പോരാട്ട കളത്തിൽ ഒരു കൂട്ടുത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു പരസ്പര ബന്ധം അനിവാര്യമാണ്. നമുക്ക് നല്ല പോരാട്ടം കഴിക്കുവാൻ ഈ ആത്മീക പോരാട്ട കളത്തിൽ ഒരു കൂട്ടുത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു പരസ്പരമുള്ള ഹൃദ്യമായ ബന്ധം അനിവാര്യമാണ്. ഇവിടെ നോക്കുക, പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ എൻ്റെ മകനെ തിമോത്തിയോസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരപ്പനും മകനും തമ്മിലുള്ള ഐക്യം, ഒരപ്പനും മകനും തമ്മിലുള്ള ബന്ധം പോലെ ഇവർ തമ്മിലുള്ള ബന്ധത്തെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുകയാണ്. നമുക്കാർക്കും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു പോരാട്ടം വിജയിച്ചെടുക്കുവാനായിട്ട് അത്ര എളുപ്പത്തിൽ സാധിച്ചെന്ന് വരികയില്ല. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയും അത് തന്നെയാണ്. പരസ്പരമുള്ള കൂട്ടായ്മ ബന്ധത്തിൽ കൂടെയേ ഇതിന് ഈ പോരാട്ടത്തിൽ വിജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു കഥ, ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു യഹൂദ സിനഗോഗിന് തീ പിടിച്ചു. സിനഗോഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അവരുടെ ദേവാലയം തകർക്കപ്പെട്ടതിന് ശേഷം അവര് സിനഗോഗുകളിൽ പഠനത്തിനും മറ്റ് മതപരമായ കൂടിവരവുകൾക്കും ഒക്കെ വേണ്ടി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു സിനഗോഗിന് തീ പിടിച്ചു. ഈ സിനഗോഗിന് തീ പിടിച്ചപ്പോൾ ധാരാളം വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ മൂല്യമേറിയ പലതും ഉണ്ടായിരുന്നു. അതൊക്കെയും നഷ്ടപ്പെട്ടു പോയി. അവർ വളരെ പ്രാധാന്യത്തോടെ സൂക്ഷിച്ചിരുന്ന ഒന്നായിരുന്നു മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പഞ്ചഗ്രന്ഥങ്ങൾക്ക് അവർ വളരെ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ ഈ പഞ്ചഗ്രന്ഥങ്ങളുടെ ചുരുള്, കയ്യെഴുത്ത് പ്രതികളും അവരവിടെ സൂക്ഷിച്ചിരുന്നു. അതും തീക്കിരയായിട്ട് പോയി. അപ്പം ഈ തീയൊക്കെ ഒരു വിധത്തിൽ അവർ അണച്ച് ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇവർ ആദ്യം തന്നെ പരിശോധിച്ചത് ഈ പഞ്ചഗ്രന്ഥങ്ങളുടെ കൃതി വളരെ മൂല്യമേറിയ ഇത് നഷ്ടപ്പെട്ടു പോയോ, ഈ ചുരുക്ക് കയ്യെഴുത്ത് പ്രതി നഷ്ടപ്പെട്ടു പോയെന്ന്. എന്നാൽ നിർഭാഗ്യവശാൽ അത് കത്തി കരിഞ്ഞ് ചാമ്പലായിട്ട് പോയിരുന്നു. ഈ സിനഗോഗിന്റെ ഉത്തരവാദിത്വമുള്ള റബ്ബി ഈ ചാരത്തിനിടയിൽ പരിശോധിച്ചതിന് ശേഷം 2 ചെറിയ കഷ്ണങ്ങൾ, ഈ ചുരുളിന്റെ 2 ചെറിയ കഷ്ണങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയാണ്. അത് അദ്ദേഹം ഈ ചാരമൊക്കെ തട്ടിക്കളഞ്ഞ് തൻ്റെ കയ്യിലെടുത്തതിന് ശേഷം നിറകണ്ണുകളോടെ ഇങ്ങനെ പറയുകയാണ്, ഇത് മതി, ഇത്രമാത്രം ശേഷിച്ചത് നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ള ആളുകളൊക്കെ ചിന്തിച്ചു, അദ്ദേഹം എന്താണ് പറയുന്നത്? ഞങ്ങൾ വളരെ പ്രാധാന്യത്തോട് സൂക്ഷിച്ചിരുന്ന ഈ ചുരുള് കത്തി ചാമ്പലായിട്ട് പോയതിനു ശേഷം അതിൻ്റെ ചെറിയ 2 കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് ഇത് മാത്രം മതി എന്ന് എന്തുകൊണ്ടാണ് ഈ റബ്ബി പറയുന്നത് എന്ന് അവർ ചോദിക്കുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം ആ 2 ഭാഗങ്ങൾ എടുത്ത് ഇങ്ങനെ വായിച്ചു. ഒന്നാമത്തെ ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള അതായിരുന്നു 2 ഭാഗങ്ങളും. ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവം ആദമിനെ വിളിച്ച് ആദമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദ്യത്തെ ആ കഷ്ണത്തിൽ ഉണ്ടായിരുന്നത്. അതെങ്ങനെയായിരുന്നു? ആദമേ, നീ എവിടെ? രണ്ടാമത്തെ ഭാഗം, രണ്ടാമത് കിട്ടിയ ആ കഷ്ണത്തിൽ ഉണ്ടായിരുന്നത് കയീനോട് ദൈവം ചോദിക്കുന്ന ചോദ്യമായിരുന്നു, നിന്റെ സഹോദരൻ എവിടെ? ആ റബ്ബി ഇങ്ങനെയാണ് പറഞ്ഞത്, മുഴുവൻ ചുരുളും കത്തിപ്പോയാലും ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ നമ്മുടെ ആത്മീയ ജീവിതം ധന്യമായി. നീ എവിടെ അല്ലെങ്കിൽ ഞാൻ എവിടെ എന്നുള്ള ദൈവത്തിന്റെ ചോദ്യത്തിനും നിന്റെ സഹോദരൻ എവിടെ എന്നുള്ള ചോദ്യത്തിനും ഉത്തരം കൊടുക്കുവാനായിട്ട് സാധിച്ചാൽ ആത്മീക ജീവിതം ധന്യമായി എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഇങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെയും ചിന്തിപ്പിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ആത്മീയ ജീവിതത്തിൽ നാം എവിടെ നിൽക്കുന്നു, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമുക്ക് വിശ്വാസത്തോടുള്ള കാഴ്ചപ്പാട് എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മളെ അനുദിന ജീവിതത്തിൽ നമ്മൾ പരിശോധന കഴിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സഹോദരൻ എവിടെ എന്നുള്ള ചിന്തയും നമ്മളെ ഭരിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ മാത്രം എൻ്റെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ മുന്നേറിക്കൊള്ളാം,
മറ്റുള്ളവരെ കുറിച്ച് എനിക്ക് ചിന്തയില്ല എന്നുള്ള മനോഭാവം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. എന്നെ പോലെ തന്നെ എൻ്റെ സഹോദരനും ആത്മീയമായിട്ട് ഉയരണം, അദ്ദേഹത്തിന്റെ കണ്ണുകളും ജ്വലിക്കണം എന്നുള്ളൊരു മനോഭാവം നമുക്കുണ്ടെങ്കിലേ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായിട്ട് തീരുകയുള്ളൂ. ഈ പോരാട്ടക്കളത്തിൽ നമ്മൾ തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് പോകേണ്ടവരാണ്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ തിമോത്തിയോസിനോട് പറയുന്നത് പോലെ തന്നെ, മകനെ തിമോത്തിയോസെ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളൊരാശയത്തിൽ, അല്ലെങ്കിൽ തിമോത്തിയോസിനെ സ്നേഹിക്കുന്നു. തിമോത്തിയോസിന്റെ ആ ഓരോ ആവശ്യത്തിലും അദ്ദേഹത്തിന്റെ ആത്മീകമായ വളർച്ചയുടെ ഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് ലഭ്യമാണ്. തിമോത്തിയോസിനെയും തീത്തോസിനെയും ഒക്കെ വളരെ വാത്സല്യത്തോടെ അദ്ദേഹം കരുതുകയാണ്. തീത്തോസിനെ കൊരിന്തിലേക്ക് അയച്ചിട്ട് തീത്തോസ് മടങ്ങി വരുന്നത് വരെ വളരെ ഭാരത്തോടു കൂടി ഇരിക്കുന്ന ഒരു പൗലോസ് അപ്പോസ്തലനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരപ്പന്റെ വാത്സല്യത്തോടെ ഇവരെ നോക്കിക്കാണുന്ന വ്യക്തിയായിട്ട് നമുക്ക് പൗലോസ് അപ്പോസ്തലനെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിലും നമ്മുടെ ഈ ആത്മീക പോരാട്ടക്കളത്തില് പരസ്പരമുള്ള ഈ ബന്ധത്തിൽ വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. പിശാചിന് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ദൈവമക്കളെ എങ്ങനെയെങ്കിലുമൊക്കെ ചിതറിച്ച് കളയുവാനും ദൈവമക്കളുടെ ഇടയിൽ വേർതിരിവുകൾ കൊണ്ടുവന്ന് അകറ്റി നിർത്തുവാനുമായിട്ടുള്ള തന്ത്രം പിശാച് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വിശ്വാസികളുടെ മധ്യത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വേർതിരിവുകളാണ് പിശാച് കൊണ്ടുവന്നിരിക്കുന്നത്. നിർഭാഗ്യവശാല് അനേക വ്യക്തികൾ അതിന് അടിമപ്പെട്ടു പോകുന്നു. പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ, എങ്ങനെയെങ്കിലുമൊക്കെ അകന്നു നിൽക്കാനായിട്ടുള്ള ഒരു താല്പര്യമുണ്ടാകുന്നു. ഒരുമിച്ചിരിക്കുവാനും ഒരുമിച്ച് ശുശ്രൂഷകളിൽ സഹകരിക്കുവാനും ഒരുമിച്ച് ദൈവത്തോട് നമുക്കുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുവാനും ഒക്കെ മടി കാണിക്കുന്നു. നിസാര കാര്യങ്ങളെ ചൊല്ലിപ്പോലും അകന്നു പോകുന്ന ഒരു മനോഭാവം ഉണ്ട്. അത് പലപ്പോഴും ഈ പോരാട്ടക്കളത്തിൽ ധൈര്യത്തോടെ പടപൊരുതുവാനായിട്ട് നമ്മെ സഹായിക്കാതിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് പ്രാരംഭമായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കുന്ന വസ്തുത എന്നുള്ളത്, ഈ പോരാട്ടം വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുമിച്ച് നിന്ന് കൂട്ടുത്തരവാദിത്വത്തോടു കൂടെ കാര്യങ്ങൾ നിർവഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുള്ളൂ. എബ്രായ ലേഖനകാരൻ വിശ്വാസ വീരന്മാരുടെ പട്ടിക 15-ാം അധ്യായത്തിൽ നിരത്തി നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്? അവരെല്ലാവരും അവരെ ദൈവം വിളിച്ച ആ ഉത്തരവാദിത്വത്തിന് വേണ്ടി അവർ നിലനിന്നു. അത് നമുക്കൊരു മാർഗനിർദ്ദേശമായിട്ടിരിക്കുന്നു. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. അതുകൊണ്ട് ഇവരെല്ലാവരും ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് നാമും അവരോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്നുള്ളൊരാശയമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് ഒരേ കാഴ്ചപ്പാടോടുകൂടെ ഓരോ മനോഭാവത്തോടുകൂടെ ഈ പോരാട്ടമുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ അത് എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ദൈവജനം ചിതറപ്പെടുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഒരിക്കലും കർത്താവിന് പ്രസാദകരമായിട്ടുള്ള രീതിയിൽ അത് ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. നെഹമ്യാവിന്റെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ വായിക്കും, നമ്മളെല്ലാവരും മതിന്മേൽ ചിതറപ്പെട്ടിരിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് അവരെ കൂട്ടി നിർത്തുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ചിതറി നിൽക്കേണ്ടവരല്ല, കൂട്ടുത്തരവാദിത്വമുള്ള ഒരു പോരാട്ട ജീവിതമാണ് നമുക്കുള്ളത്. അതിനുവേണ്ടി ഉള്ള ഒരു കാഴ്ചപ്പാടും അതിനുവേണ്ടിയുള്ള ഒരു മനോഭാവവും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത് ഈ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നിന്നുള്ള ഒരു വാക്യത്തിൽ മാത്രം ഒതുങ്ങുന്ന ആശയമല്ല. ഈ ഇടയലേഖനങ്ങളിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ ആവർത്തിച്ച് തിമോത്തിയോസിനെ ഈ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവം കാണുവാനായിട്ട് കഴിയും. പൗലോസിന്റെ ഇതര ലേഖനങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. റോമാലേഖനം എന്നുള്ള ആ ശ്രേഷ്ഠമായ ലേഖനം അവസാനിക്കുമ്പോൾ അതിന്റെ 16-ാം അധ്യായത്തിൽ ഏകദേശം 26 ആളുകളുടെ പേര് പൗലോസ് അപ്പോസ്തലൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് പരാമർശിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവര് സ്ത്രീകളുണ്ട്, ഒരുപക്ഷെ അവിടെ അവഗണിക്കപ്പെട്ടിരുന്ന അടിമകളിൽ നിന്നുള്ള ആളുകളുടെ പേര് അവിടെ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. റോമാലേഖനം 16-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മെ ചിന്തിപ്പിക്കുന്ന വസ്തുതയാണ്. റോമിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് അടിമവേലയ്ക്ക് വന്നവരായ ആളുകൾ, ഒനേസിമോസിനെ പോലെ, ഫിലമോൻ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒനേസിമോസിനെ പോലെ ഈ യജമാനന്റെ വീട്ടിൽ നിന്നൊക്കെ ഒളിച്ച് ഓടിപ്പോയി റോമിൽ എത്തപ്പെട്ട ആളുകൾ, അവരിൽ പലരും സുവിശേഷ നിമിത്തം
യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചു, അവരുടെ പേര് 26ഓളം ആളുകളുടെ പേര് പൗലോസ് അപ്പോസ്തലൻ അവിടെ രചിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ ചില അടിമകളുടെ പേര് ഉർബാനോസ്, സ്താക്കു എന്നൊക്കെ പറഞ്ഞുള്ള അടിമകളുടെ പേര് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്കുലാവിനെയും പ്രിസ്കിലയെ കുറിച്ചും നമ്മൾ അവിടെ നിന്ന് വായിക്കുന്നുണ്ട്. ഫേബയായിരിക്കണം മിക്കവാറും റോമാലേഖനം റോമിലേക്ക് കൊണ്ടുപോയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ സ്ത്രീയുടെ പേര് അവിടെ പരാമർശിച്ചിരിക്കുന്നു. മറിയയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ താൻ ഉൾപ്പെട്ടിരുന്ന ആ വിശ്വാസ ജീവിതത്തിൽ തന്നോട് ചേർന്ന് നിന്ന ആളുകളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന, അവർക്കെപ്പോഴും പ്രചോദനമായ വാക്കുകൾ പറയുന്ന പൗലോസ് അപ്പോസ്തലനെ കാണുവാനായിട്ട് കഴിയും. ഇടയലേഖനങ്ങളിൽ തന്നെ തിമോഥെയോസിന്റെ 2-ാം ലേഖനം അവസാനിപ്പിക്കുമ്പോഴും അവിടെയും എനിക്ക് തോന്നുന്ന 10-16ഓളം ആളുകളുടെ പേര് പൗലോസ് അപ്പോസ്തലൻ ഓർത്തെടുത്ത് കുറിച്ചു വെക്കുകയാണ്. പൗലോസിനറിയാം, ഞാനൊരു വേല കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട്, അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല. എൻ്റെ സഹപ്രവർത്തകർ അവരെന്നോട് കൂടെയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നിസാരമായ ചില കാര്യങ്ങളിൽ സഹകരിച്ചവരായിരിക്കാം. അവരും ഈ വേലയിൽ കൂട്ടുത്തരവാദിത്വത്തോടുകൂടെ എന്നോടുകൂടെ നിന്നവരാണ് എന്ന് പൗലോസിന് അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രമാത്രം ഈ കാഴ്ചപ്പാടിൽ വളരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ രീതികൾ, എൻ്റെ കുടുംബം, അല്ലെങ്കിൽ ഇനി അല്പം കൂടെ കടന്ന് എൻ്റെ സഭ, അതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു മനോഭാവം ഉണ്ടാകാതെ വിശാലമായ ഒരു ചിന്താഗതിയോടുകൂടെ ദൈവമക്കൾ ഒരുമിച്ച് നിന്ന ഈ കാലഘട്ടത്തിൽ ഈ പോരാട്ടക്കളത്തിൽ പോരാടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൻ കാര്യങ്ങളെ നമുക്ക് ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എങ്ങനെ പോരാട്ടം കഴിക്കണം എന്നുള്ളതിൻ്റെ പ്രാഥമികമായ ഒരു കാര്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു കൂട്ടുത്തരവാദിത്വമാണ് എന്നുള്ള ബോധത്തോടുകൂടെ ഈ കാര്യങ്ങൾ ചെയ്യണം. ചിതറപ്പെടുന്ന ഒരവസ്ഥയിൽ നമുക്ക് ദൈവത്തിനു വേണ്ടി കൂടുതലൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ പലതും ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ. രണ്ടാമത്, ഇവിടെ ഈ പോരാട്ടം കഴിക്കുന്നതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ നിന്നെക്കുറിച്ച് 18-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ഈ പോരാട്ടം കഴിക്കണമെങ്കിൽ ദൈവം നമ്മളെ വിളിച്ച വിളിയെക്കുറിച്ചുള്ള ബോധം, ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. നമ്മുടെ കോളിങ്ങിനെ കുറിച്ച്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. തിമോഥെയോസുമായിട്ടുള്ള ആ ബന്ധം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. രണ്ടാമത് തിമോഥെയോസിനോട് പറയാണ്, മകനെ തിമോഥെയോസേ, നിന്നെ കുറിച്ചുള്ള പ്രവചനങ്ങൾ എങ്ങനെയായിരുന്നു, അതിനൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. തിമോഥെയോസിനെ കുറിച്ച് മുമ്പ് എന്തെങ്കിലും പ്രവചനങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളതിന്റെ സൂചനയൊന്നും നമ്മൾ ബൈബിളിൽ നിന്ന് കാണുന്നില്ല. പ്രവൃത്തികളുടെ പുസ്തകത്തിലോ അല്ലെങ്കിൽ ഇടയലേഖനങ്ങളിലോ മറ്റു ലേഖനങ്ങളോ ഒരിടത്തും പൗലോസ് ഈ തിമോഥെയോസിനെ കുറിച്ച് മുമ്പ് എന്തെങ്കിലും പ്രത്യേകമായ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ അമ്മയെയും വലിയമ്മയെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തൻ്റെ പട്ടണത്തിന്റെ ചില കാര്യങ്ങളെ കുറിച്ച് ലൂക്കോസ് കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രവചനം എന്ന് നമ്മൾ വായിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മിക്കവാറും നമുക്കറിയാം, പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അന്ത്യോക്യ സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അന്ത്യോക്യ സഭയിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അവരിൽ കൂടെ ഇടപെട്ടിട്ട് അവരോട് പറയുകയാണ്, ബർന്നബാസിനെയും ശൗലിനെയും പൗലോസിനെയും എനിക്ക് വേണ്ടി വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുവിൻ എന്നുള്ള ഒരു നിർദ്ദേശം ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. മിക്കവാറും ഈ ലുസ്ത്ര പട്ടണത്തിലും അവിടെ സ്ഥാപിക്കപ്പെട്ട സഭയിൽ ഇത്തരത്തിലുള്ള ശുശ്രൂഷകന്മാരുണ്ടായിരുന്നിരിക്കണം ആദിമസഭയിൽ. അപ്പോൾ അവർ മുഖാന്തരം ഈ തിമോഥെയോസിനെയും പൗലോസിന്റെ ഒരു കൂട്ടുവേലക്കാരനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം തിമോഥെയോസിനും തൻ്റെ കുടുംബത്തിനും ലഭ്യമാക്കി കാണാം. അതിന് വിശദീകരണം ഒന്നും നമ്മൾ ബൈബിൾ വായിക്കുന്നില്ല. എന്നാൽ ഈ പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ അന്ത്യോക്യ സഭയിൽ ഉണ്ടായ ആ കാര്യങ്ങളോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം ആയിരിക്കണം മിക്കവാറും ആരുടെ ജീവിതത്തിലും ഉണ്ടായത്, ഈ തിമോഥെയോസിന്റെ ജീവിതത്തിലും ഉണ്ടായത്. ദൈവം ആ സഭയിൽ ഉണ്ടായിരുന്ന ഉപദേഷ്ടാക്കന്മാരിൽ കൂടെയോ പ്രവാചകന്മാരോ ഒരുപക്ഷെ ലുസ്ത്ര പട്ടണത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. വിശ്വാസത്തിലേക്ക് വന്നുപോയ വ്യക്തികൾ, ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നുള്ള സഭയിൽ. അപ്പോൾ അവർ മുഖാന്തരം ഈ തിമോഥെയോസിനെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ളൊരു സന്ദേശം നൽകിയിരിക്കണം.
അതിനെ ആസ്പദമാക്കി ആയിരിക്കണം മിക്കവാറും ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ പോരാട്ടമുള്ള ക്രിസ്തീയ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവം നമ്മളെ വിളിച്ച ആ വിളിയെക്കുറിച്ചുള്ള ബോധം ഈ ആത്മീയ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തയും എന്നെ ഭരിക്കുന്ന ഒരു ചിന്തയും അത് തന്നെയാണ്. പലപ്പോഴും ദൈവമക്കൾക്ക് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ വേലയിൽ ആക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവര് ആ അത്തരത്തില്, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളുമായിട്ട് സഭയിലാക്കി വെച്ചിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരെ കുറിച്ച് ആ രീതിയിൽ ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മളെ വിളിച്ചത് എന്നും ഏത് രീതിയിൽ ആ വിളിയോട്, ആ കോളിങ്ങിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള ഒരു മനോഭാവവും നമ്മളിൽ ഉണ്ടാകണം. പലപ്പോഴും നമ്മളിത് വിസ്മരിച്ചു പോവുകയാണ്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു എന്നും ഇന്ന കാര്യത്തിന് വേണ്ടി എന്നെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ആ ബോധം, ആ കാഴ്ചപ്പാട് നമ്മളിൽ കുറഞ്ഞു വരുന്നത് ആത്മീയ ജീവിതത്തിൽ ഈ പോരാട്ടക്കളത്തിൽ ധൈര്യത്തോടെ, ബലത്തോടെ, സുബോധത്തോടെ മുന്നോട്ട് പോകുന്നതിന് ഒരു തടസ്സമായിട്ട് തീരുന്നു. കാരണം ദൈവം ഒരു വ്യക്തിയെ വിളിച്ചാൽ, തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്നത്, ദൈവം ഒരു വ്യക്തിയെ വിളിച്ചാൽ പല ആവർത്തി ആ വിളിയെക്കുറിച്ചുള്ള ബോധം ദൈവം കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അബ്രഹാമിന്റെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തില് ദൈവം തന്നെ വിളിക്കുന്നതിനെ കുറിച്ചും തനിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ അവിടെ കൊണ്ട് അത് അവസാനിക്കുന്നില്ല. പിന്നീട് അബ്രഹാമിന്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഇതിന്റെ ഒരു റീകൺഫർമേഷൻ ദൈവം നൽകുന്നത്, ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ദൈവം അബ്രഹാമിനെ ഓർമ്മപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ അബ്രഹാമുമായിട്ട് ദൈവം ചെയ്യുന്ന ഉടമ്പടിയുള്ള ബന്ധത്തിൽ, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, ഇന്നിന്റെ കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് പോകുന്നു എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ വീണ്ടും ദൈവം അബ്രഹാമിനെ ബോധവൽക്കരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ആവർത്തിച്ച് ഇത് പറയുന്നത്? അബ്രഹാം മറന്നുപോകും എന്നുള്ള ചിന്ത കൊണ്ടാണോ? ഒരിക്കലുമല്ല. ദൈവത്തിന് ഈ വിളി ശ്രേഷ്ഠമായൊരു വിളിയാണ്. ആ വിളിയെക്കുറിച്ച് അബ്രഹാമും തൻ്റെ കുടുംബവും തൻ്റെ മക്കളും എല്ലാവരും എപ്പോഴും മനസ്സിലാക്കണം. ആ ഒരു ബോധം, ഈ വിളിയുടെ മാന്യത, ഈ വിളിയുടെ ശ്രേഷ്ഠത അവർ തിരിച്ചറിയണം എന്നുള്ളൊരു ചിന്ത ദൈവത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ വിളിയെക്കുറിച്ച് ലേഖനങ്ങളിൽ പല ആവർത്തി നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ വിളിയാല് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. പത്രോസിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ, പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം, 1 പത്രോസ് 2-ാം അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആ വിളിയുടെ ശ്രേഷ്ഠമായ പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ല, എന്നെ ഈ ദിവസങ്ങളിൽ പത്രോസ് ലേഖനം വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. 1 പത്രോസ് അതിന്റെ 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ ഒക്കെ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യത ഉണ്ട്. അതിന്റെ മുകളില് എങ്ങനെയാണ് ഒരു ദൈവവൈതലിനെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചും ദൈവം എങ്ങനെയാണ് ആ വ്യക്തിയെ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുന്നതിനെ കുറിച്ചും ഒരാത്മീക ഗ്രഹമായിട്ട്, വിശുദ്ധ പുരോഹിത വർഗമായിട്ട് എങ്ങനെയാണ് ആ വ്യക്തി പണിയപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എന്തുണ്ട്? ആ മാന്യത ഉണ്ട്. അപ്പൊ ദൈവം നമ്മളെ വിളിച്ചത് മാന്യമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ശ്രമിക്കുകയാണ്, ക്രിസ്തുവിന്റെ മാന്യതയുടെ പങ്കാളികളായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ച് ചേർത്തിരിക്കുന്നത്. എത്ര ശ്രേഷ്ഠമായൊരു വിളിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ മാന്യതയെക്കുറിച്ച് ആർക്കും സംശയമില്ല. ആ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുടെ പങ്കാളികളായി തീരാനായിട്ടുള്ള മഹാഭാഗ്യമാണ് ദൈവം നൽകിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ മാന്യതയുടെ പങ്കാളിത്തം അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുക. ഈ ലോകത്തിൽ ആര് വിളിച്ചാലും ഇത്ര രീതിയിൽ, ഇത്ര മനോഹരമായ ഒരവസ്ഥയിലേക്ക് നമ്മെ ആരെയും കൂട്ടിച്ചേർക്കുവാനായിട്ട് സാധിക്കത്തില്ല. യേശുക്രിസ്തു എന്ന ആ മഹൽ വ്യക്തിയുടെ മാന്യമായ ആ ശുശ്രൂഷയോട്, ആ മാന്യമായ ആ ബന്ധത്തോട് പങ്കാളിത്തം അനുഭവിക്കുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു.
നമ്മുടെ വിളിയെക്കുറിച്ച് നമുക്ക് എത്രമാത്രം ബോധമുണ്ട്, എത്രമാത്രം നമുക്ക് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട് എന്ന് നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് സഹായിക്കട്ടെ. എങ്ങനെയാണ് ഈ വിളിയെ കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ബോധമുള്ളവരായിട്ട് തീരുക? ഒന്നാമതായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവം നമ്മളെ വിളിച്ച വിളിയുടെ ഉറപ്പ് ദൈവം നൽകുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമായ ദൈവത്തിന്റെ വചനം നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്ന ആ വിളിയെക്കുറിച്ചുള്ള കൂടുതൽ ഉൾക്കാഴ്ചകൾ ദൈവം നമുക്ക് നൽകുകയാണ്. ദൈവത്തിന്റെ വചനം പഠിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഉള്ള ഉൾക്കാഴ്ച കൂടുതലായിട്ട് ലഭിക്കുന്നു, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ടാമത്, ദൈവമായിട്ടുള്ള ആ വ്യക്തിപരമായ നമ്മുടെ അടുപ്പം, പ്രാർത്ഥനാ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ അടുപ്പം, നമ്മുടെ ആ ഉറ്റ ബന്ധം നിമിത്തം ഈ വിളിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചകൾ, കൂടുതൽ ബോധമുള്ളവരായിട്ട് തീരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ നമ്മളെ ഏത് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു എന്ന് മറ്റുള്ളവരുടെ വായിൽ നിന്നുള്ള സാക്ഷ്യത്തിൽ കൂടെ നമുക്ക് ഈ വിളിയെക്കുറിച്ച് ബോധമുള്ളവരായിട്ട് തീരുവാനായിട്ട് കഴിയും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തന്നെ തിമോത്തിയോസിനെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. തീത്തോസിനെ കുറിച്ച് താൻ പറയുന്നത് കാണുവാനായിട്ട് കഴിയും. ഈ ഇടയലേഖനം അവസാനിപ്പിക്കുമ്പോൾ 2 തിമോത്തിയോസ് ലേഖനത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 10-16ഓളം ആളുകളുടെ പേര് പൗലോസ് അപ്പോസ്തലൻ കുറിച്ചു വെക്കുകയാണ്. ശുശ്രൂഷയിൽ തനിക്കെതിരായിട്ട് നിന്ന ആളുകൾ, തനിക്കെതിരെ ശബ്ദമുയർത്തിയ ആളുകൾ, അതോടൊപ്പം തന്നെ സഹായിച്ച, തന്നോട് കൂടെ നിന്ന ആളുകൾ, അവരുടെയൊക്കെ ശുശ്രൂഷയെ ശ്രേഷ്ഠമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു പൗലോസ് അപ്പോസ്തലനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മയും ഈ കൂട്ടുത്തരവാദിത്വം നൽകി കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് ആക്കിയിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ നമുക്ക് ബലം നൽകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വാക്കുകൾ, ഒരാളുടെ ശുശ്രൂഷ അല്ലെങ്കിൽ ആ വ്യക്തി സഭയിൽ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി കാണുമ്പോൾ, സഹോദര, നിങ്ങളെ ദൈവം ഇതിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്, സഹോദരി, നിങ്ങളെ ദൈവം ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയുവാനായിട്ടുള്ള ഒരു മനസ്സ്, അത് സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു വിശാല മനസ്സ്, അതൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ പോരാട്ട ജീവിതം ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. പോരാട്ട ജീവിതത്തിൽ എങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കിയത് ഇത് ഒരു കൂട്ടുത്തരവാദിത്വമുള്ള ശുശ്രൂഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, നമ്മുടെ കോളിങ്ങിനെ കുറിച്ച്, നമ്മുടെ വിളിയെക്കുറിച്ചുള്ള ഉത്ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. അത് ദൈനംദിനമുള്ള നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ആവർത്തിച്ചുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്, 18ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ കാണുന്നത്, മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു, നീ വിശ്വാസവും അടുത്ത പറയുന്നത് നല്ല മനസാക്ഷിയും ഉള്ളവനായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം വിശ്വാസം മുറുകെ പിടിക്കുക എന്നുള്ളൊരാശയം. പോരാട്ട ജീവിതത്തിൽ പോരാട്ടം വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസം മുറുകെ പിടിക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഈ വിശ്വാസം എന്നുള്ളത് കേവലം ഒരു വ്യക്തിയിൽ ഉളവാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസം, അല്ലെങ്കിൽ രക്ഷയ്ക്ക് നമ്മെ നിദാനമാക്കുന്ന വിശ്വാസം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന വിശ്വാസം, അത് മാത്രമല്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ വിശ്വാസം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഉപദേശം, ഡോക്ട്രിൻ എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പഠിപ്പിക്കുന്നത്. കേവലം രക്ഷയ്ക്ക് വേണ്ടി ഉതകുന്ന ഒരു വിശ്വാസം, അത് ശ്രേഷ്ഠമാണ്, അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉപയോഗിച്ച മൂലഭാഷയിൽ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ വിശ്വാസം, ഫിഡെ എന്ന വാക്കിന്റെ മുമ്പിൽ ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്ന കാണുവാനായിട്ട് സാധിക്കും. ദി ഫെയ്ത്ത് എന്നുള്ള ഒരു ആശയമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് ഉപദേശത്തെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ പോരാട്ടമുള്ള ജീവിതം നമ്മൾ വിജയിക്കണമെങ്കിൽ ഉപദേശത്തെ മുറുകെ പിടിക്കുവാനായിട്ട് സാധിക്കണം. താഴോട്ട് വരുമ്പോൾ ഹ്യൂമിനിയസിനും അലക്സാണ്ടറിനും ഒക്കെ പറ്റിയത് എന്തായിരുന്നു? അവര് ഈ ഉപദേശത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയി. ഉപദേശ കാഴ്ചപ്പാടുകളോട് പ്രതിബദ്ധത പുലർത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അതിന്റെ ഫലമായിട്ടാണ് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയത്. നല്ല മനസാക്ഷിയും തള്ളിക്കളഞ്ഞു, വിശ്വാസവും തള്ളിക്കളഞ്ഞതിന്റെ ഫലമായിട്ടാണ് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ, പോരാട്ടമുള്ള ഈ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഏവർക്കും ഉണ്ടാകണം. ഇന്ന് അനേകർക്ക് പറ്റിപ്പോകുന്ന ഒരു പ്രശ്നം എന്നുള്ളത്, ഈ വിശ്വാസ സംബന്ധമായ പഠനം ആളുകളുടെ ജീവിതത്തിൽ അവര് പുലർത്തുന്നില്ല.
നമ്മൾ മുറുകെ പറ്റുന്ന വിശ്വാസത്തെക്കുറിച്ചും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുതകളെക്കുറിച്ചും ക്രമമായിട്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിനെ മുറുകെ പഠിക്കുവാനും സാധിക്കാത്തത് കൊണ്ട് അനേകരുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുകയാണ്. ഹ്യൂമനിയോസിനെ, അലക്സാണ്ടറിനെ പോലെ നമ്മുടെ ഇടയിൽ പോലും ചിലരൊക്കെ ദുരുപദേശത്തിന്റെ ചില കാറ്റിനാൽ വലഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ സംഭവിച്ചു പോവുകയാണ്. വിശ്വാസ കപ്പലിന് ആട്ടം പറ്റുന്നു, ആടി ഉലയുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് വ്യക്തമായിട്ട് പറയുകയാണ്, നീ നിന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. പ്രിയപ്പെട്ടവരെ, പോരാട്ട ജീവിതം വിജയിക്കണമെങ്കിൽ ഈ വിശ്വാസ ജീവിതത്തെ മുറുകെ പിടിക്കുവാൻ അഥവാ ഉപദേശ നിശ്ചയമുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പുതിയ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും അവർക്ക് സഭയിൽ തന്നെ ഈ വസ്തുതകളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ഒരു അനിവാര്യതയാണ്. നമ്മൾ പ്രായമായ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇതുപോലുള്ള മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുവാനും ദൈവവചനം പഠിക്കുവാനും സഭയിലാണെങ്കിലും മറ്റ് ഇതര ശുശ്രൂഷകളിലൊക്കെ സഹകരിക്കുവാനും സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ബിസി ആയിട്ടുള്ള ഒരു ജീവിതം ആയതുകൊണ്ട് പലപ്പോഴും ഇതിനൊന്നും സമയം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. അവരെ കുറ്റപ്പെടുത്തുവാനായിട്ട് കഴിയില്ല. എന്നിരുന്നാലും നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ഉപദേശത്തിന്റെ വസ്തുതകളെ അവരെ മനസ്സിലാക്കി കൊടുക്കുക, അവർക്ക് അതിനുള്ള കൃത്യമായ അവബോധം നൽകുക എന്നുള്ളത് ദൈവമക്കളായ ദൈവസഭയുടെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടുത്തരവാദിത്വമാണ്. അത് നമ്മളെ ഭരിക്കണം. അതുകൊണ്ട് ഇവിടെ ഉപദേശം നിശ്ചയമുള്ളവരായിട്ടിരിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. വാക്യങ്ങളെല്ലാം വായിക്കാനായിട്ട് സമയമില്ല. 2 തിമോഥെയോസ് 2:15 പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഈ നിശ്ചയം പ്രാപിക്കുവാനായിട്ട് കഴിയും. 2 തിമോഥെയോസ് 2:15 ഇത് പഠിക്കുന്നതിൽ കൂടെ, ദൈവവചനം പഠിക്കുന്നതിൽ കൂടെ ഉപദേശ നിശ്ചയം വരുത്തുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 1 തിമോഥെയോസ് 6:20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 6-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അല്ലയോ തിമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട്, അവിടെയും ഈ ഉപദേശ വസ്തുതകളെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി എന്ത് ചെയ്യണം? യു നീഡ് ടു ഗാർഡ് ദ ട്രൂത്ത്. ആ ഉപനിധിയെ നീ സൂക്ഷിക്കണം. അപ്പൊ ഈ സത്യത്തെ പഠിക്കണം, ഈ സത്യത്തെ സൂക്ഷിക്കണം. 2 തിമോഥെയോസ് 2:2 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മറ്റുള്ളവരെ എന്ത് ചെയ്യണം? നീ പല സാക്ഷികളുടെ മുമ്പായി എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥനായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. അപ്പോൾ സ്വയം പഠിക്കുന്നതിൽ കൂടെ, ഇത് കാത്തു സൂക്ഷിക്കുന്നതിൽ കൂടെ, മറ്റുള്ളവരിലേക്ക് ഇത് പകരുന്നതിൽ കൂടെ നമ്മുടെ ഈ ഉപദേശ സത്യത്തെ നമുക്ക് മുറുകെ പിടിക്കുവാനായിട്ട് കഴിയും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോട്ടെ. നമ്മൾ എങ്ങനെ പോരാട്ടം ഈ വിശ്വാസ ജീവിതത്തിൽ നയിക്കണം? ഒന്ന്, ഇതൊരു കൂട്ടുത്തരവാദിത്വമാണ് എന്നുള്ളൊരു ബോധം നമ്മളെ ഭരിക്കണം. രണ്ടാമതായിട്ട്, നമ്മളെ ദൈവം വിളിച്ച ആ വിളിയെക്കുറിച്ചുള്ള ഉത്ബോധം നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. മൂന്നാമത്, ഉപദേശത്തെ മുറുകെ പിടിക്കുവാനായിട്ട് കഴിയണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യത്തിൽ നിന്ന് നമ്മോട് ഉപദേശ സത്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് നൽകുന്നത്. നാലാമതായിട്ട്, ഇവിടെ ആ വിശ്വാസത്തോട് ചേർത്ത് വേറൊരു പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. നല്ല മനസാക്ഷി ഉള്ളവനായി അവയെ അനുസരിച്ച് യുദ്ധസേവ ചെയ്യുക. നല്ല മനസാക്ഷി ഉള്ളവനായിട്ട് ഇരിക്കുക എന്നുള്ള ഒരു ആശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് ഈ നല്ല മനസാക്ഷി ഉള്ളവരായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ? പൊതുവെ നമ്മൾ ആ പദപ്രയോഗം ചിന്തിക്കുന്ന വ്യക്തികളാണ്. മനസാക്ഷിയുടെ ബോധം അല്ലെങ്കിൽ മനസാക്ഷിക്ക് കോട്ടം തട്ടാതെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് കേൾക്കാറുണ്ട്. ഒരു വിശ്വാസി ഈ മനസാക്ഷിയുടെ ഉള്ള ജീവിതം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ലളിതമായിട്ട് പറഞ്ഞാൽ വേർപെട്ട അല്ലെങ്കിൽ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഒരു വിശ്വാസിക്ക് സാധിക്കണം എന്നുള്ളൊരു ആശയമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഹ്യൂമനിയോസിനും അലക്സാണ്ടറിനും പറ്റിയതും അത് തന്നെയാണ്. അവര് ഈ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാല് അവരുടെ വിശ്വാസ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട വേർപെട്ട ഒരു ക്രിസ്തീയ ജീവിതം അത് പുലർത്തുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അവരുടെ വിശുദ്ധ ജീവിതത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിലും തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും അവർ പാലിക്കേണ്ട ഈ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ്
അവരുടെ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു നല്ല മനസാക്ഷി എപ്പോഴും ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് എവിടെ നിന്നായിരിക്കും? അദ്ദേഹത്തിന് വിശുദ്ധമായ ഹൃദയ ചിന്താഗതിയിൽ നിന്നായിരിക്കും. നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാകണമെങ്കിൽ ഹൃദയം പ്യുവർ ആയിരിക്കണം. ഹൃദയം വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല കാഴ്ചപ്പാടുകളും നല്ല മനസാക്ഷിയും ഒക്കെ ഉണ്ടാകുകയുള്ളൂ. ഇല്ലാത്തവരുടെ ഹൃദയം എപ്പോഴും എന്തായിരിക്കും? ഇരുട്ടും മറ്റ് പലതിനെക്കുറിച്ചുള്ള ഞെരുക്കത്തിലുമൊക്കെ ബന്ധപ്പെടുന്ന ഒരവസ്ഥയായിരിക്കണം ആ വ്യക്തികൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ദുരുപദേശങ്ങൾ എപ്പോഴും ഉത്ഭവിക്കുന്നതും എവിടെ നിന്നാണ്? ഈ ദുർമനസാക്ഷിയിൽ നിന്നാണ്. ജോൺ കാൽവിൻ എന്ന് പറയുന്ന ദേവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എ ബാഡ് കോൺഷ്യൻസ് ഈസ് ദ മദർ ഓഫ് ഓൾ ഹെറസീസ് എന്നാണ് ജോൺ കാൽവിൻ കുറിച്ച് വെച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർമനസാക്ഷിയാണ് എല്ലാ വ്യാജ ഉപദേശങ്ങളുടെയും മാതാവ്. മനസ്സിൽ ഉപദേശ സത്യങ്ങളെ മുറുകെ പിടിച്ച് വിശുദ്ധമായ ഒരു ജീവിതം, ക്രിസ്തീയ വിശുദ്ധിയോടുകൂടെ ഒരു ജീവിതം നയിക്കുവാനായിട്ടുള്ള ആ ഒരു താല്പര്യമില്ലെങ്കിൽ അത് എന്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്? ദുർമനസാക്ഷിയുടെ അവസ്ഥയിലേക്കും വിശ്വാസ കപ്പലിന് ഛേദനം സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്കും ഒക്കെയാണ് എത്തിച്ചേരുന്നത്. ഇവിടെ അലക്സാണ്ടറിനും ഹുമിനിയോസിനും സംഭവിച്ചതും അത് തന്നെയാണ്. അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകാനായിട്ട് കാരണം അവർ സൂക്ഷിക്കേണ്ട, അവരെ പരിപാലിക്കേണ്ട, അവരുടെ ജീവിതത്തിൽ അവരാവശ്യം കാത്ത് സൂക്ഷിക്കേണ്ട പലതിനെയും അവർക്ക് സൂക്ഷിക്കുവാനായിട്ട് സാധിച്ചില്ല. അത് നിമിത്തമാണ് അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ പറ്റിയത്, അവരുടെ പോരാട്ട കളത്തിൽ അവർക്ക് പരാജയം സംഭവിച്ചത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പോരാട്ടം ജയിക്കണമെങ്കിൽ നല്ല മനസാക്ഷി ഉള്ളവരായിരിക്കണം, അഥവാ വിശുദ്ധമായ കാഴ്ചപ്പാടുകളോടുകൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ ആത്മീയ ജീവിതത്തിൽ ഈ പോരാട്ടക്കളത്തിൽ വിജയം പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. അഞ്ചാമതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭഭാഗം, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട്. അപ്പം നല്ല മനസാക്ഷി അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ അവര് കാത്തു സൂക്ഷിക്കേണ്ട ആത്മീകമായ കാഴ്ചപ്പാടുകളെ തള്ളിക്കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പദത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇംഗ്ലീഷ് വായിക്കുന്ന റിജക്റ്റഡ്, അവരുപേക്ഷിച്ചു. മലയാളത്തിൽ നമ്മൾ തള്ളിക്കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആത്മീയ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ഗൗരവം അവര് സൂക്ഷിച്ചില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഈ പോരാട്ടക്കളത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? ഗൗരവത്തോടെ ആത്മീയ ജീവിതത്തെ നോക്കിക്കാണുവാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ സുബോധത്തോടെ സമചിത്തതയോടുകൂടെ ഈ ആത്മീയ ജീവിതത്തെ നോക്കിക്കാണുവാനായിട്ട് സാധിക്കണം. മൂപ്പന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്, മൂപ്പനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പദപ്രയോഗം സോബർ മൈൻഡഡ് എന്നുള്ള ഒരു സമചിത്തത എന്ന കൃത്യമായിട്ട് അതിനെ പരിഭാഷപ്പെടുത്തുവാനായിട്ട് കഴിയും. സോബർ മൈൻഡഡ് എന്നാണ് ഇംഗ്ലീഷ് വായിക്കുന്നത്. അതേ പദം തന്നെയാണ് ഇവിടെ ഈ ഗൗരവമുള്ള ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും പരാമർശിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ്? ക്രിസ്തീയ ജീവിതത്തെ വളരെ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണുന്നവർക്ക് ഈ പോരാട്ടമുള്ള ആത്മീയ ജീവിതത്തിൽ വിജയം കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹുമിനിയോസ് അലക്സാണ്ടർ എന്ത് ചെയ്തു? അവരതിനെ തള്ളിക്കളഞ്ഞു. ഞങ്ങൾക്ക് ഇതിന് വലിയ സീരിയസ്നെസ് ഒന്നുമില്ല, വളരെ ഗൗരവത്തോടെ ഒന്നുമല്ല ഞങ്ങളിത് കാണുന്നത്. പൗലോസ് മുഖാന്തരമോ മറ്റാരും മുഖാന്തരമോ അവരെ സുവിശേഷം കേട്ടു, അവരവരുടെ ജീവിതമൊക്കെ ആരംഭിച്ചു, നല്ല ആരംഭമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗൗരവം അവരിൽ നിന്ന് എപ്പോൾ നഷ്ടപ്പെട്ടു പോയോ അത് അവരുടെ ആത്മീയ ജീവിതത്തെ സാരമായിട്ട് ബാധിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടെ ക്രിസ്തീയ ജീവിതത്തെ നോക്കിക്കാണുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ഹുമിനിയോസിനും അലക്സാണ്ടറിനും എന്താണ് പറ്റിയത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല, എങ്കിലും ഇവരെക്കുറിച്ചുള്ള ചില സൂചനകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏത് രീതിയിലാണ് അവരവരുടെ വിശ്വാസ ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കാത്തത് എന്നതിനെക്കുറിച്ച് 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ 2 തിമോത്തിയോസ് 2:17 നമുക്കൊരു സൂചന കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. എന്നിട്ട് 2 വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട്, ഹുമിനിയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവർ ആകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസത്തെ
മറച്ചു കളയുന്നു. അവിടെ അവിടെ ഹുമനിയോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അലക്സാണ്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അലക്സാണ്ടറിനെ കുറിച്ച് പിന്നീട് നമ്മൾ 2 തിമോഥെയോസ് ലേഖനം അവസാനിക്കുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ അലക്സാണ്ടറിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അലക്സാണ്ടറിനെ കുറിച്ച് 2 തിമോഥെയോസ് 4:14 ഇങ്ങനെ കാണുന്നു: ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളും. അപ്പം ഇവരുടെ പ്രശ്നം എന്തായിരുന്നു? ഇവര് ഈ ക്രിസ്ത്യ ജീവിതത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗൗരവമായിട്ട് എടുക്കാതെ ആത്മീയ ജീവിതത്തിൽ ഇതുപോലുള്ള ദുരുപദേശങ്ങൾക്ക് അവർ വശീകരിക്കപ്പെട്ടു പോയി, തങ്ങളെ തന്നെ അതിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ നോക്കിക്കേ, 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഹുമനിയോസും ഫിലത്തോസും ഈ കൂട്ടത്തിലുള്ളവരായിരുന്നു. അവരെന്താണ്, പുനരുദ്ധാനമൊക്കെ കഴിഞ്ഞു. മിക്കവാറും ഒരു ശാരീരികമായ ഉയർപ്പ് എന്നുള്ള അവസ്ഥയെ അവർ ചോദ്യം ചെയ്തു. അവർ ചിന്തിച്ചത് ആത്മീകം, രക്ഷിക്കപ്പെട്ട ഒരു സമയത്ത് ആത്മീകമായ ഒരു വീണ്ടെടുപ്പ് നടന്നു, ആത്മീകമായ ഒരു പുതുജനനം സംഭവിച്ചു. അപ്പൊ അതാണ് പുനരുദ്ധാനം എന്നുള്ള രീതിയിൽ ഇവർ ആളുകളുടെ മനസ്സിൽ ഗ്രീക്ക് ഫിലോസഫിയോടൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ആ രീതിയിൽ ഇവർ ഈ ആശയത്തെ മറ്റുള്ളവരുടെയിലേക്ക് കൊണ്ടുപോയി. പൗലോസ് അപ്പോസ്തലനിൽ നിന്ന് ഇവർ പഠിച്ചിരുന്ന ആത്മീക പാഠങ്ങളെ ഇവർ കാത്തു സൂക്ഷിച്ചില്ല. ഇവരുടേതായ ചില ഉപദേശ സംഹിതകളൊക്കെ രൂപീകരിച്ച് അത്തരത്തിൽ അവരുടെ ജീവിതത്തെ അവര് മാറ്റിക്കളഞ്ഞു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. എന്നിട്ട് ഇവര് മാത്രമല്ല തെറ്റിപ്പോയത്, മറ്റ് ഉള്ള ആളുകളുടെ വിശ്വാസം കൂടെ മറച്ചു കളയുന്നു. അവര് തങ്ങൾക്ക് തെറ്റുപറ്റി മറ്റുള്ളവരെ കൂടെ അവരുടെ വിശ്വാസം കൂടെ മറച്ചു കളയുന്ന അവസ്ഥയിലേക്ക് ആരെത്തിച്ചേർന്നു? ഈ ഹുമനിയോസും അലക്സാണ്ടറും ഫിലത്തോസും ഒക്കെ എത്തിച്ചേർന്നു. അത് മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ സുവിശേഷവുമായിട്ട് മറ്റാളുകളുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ എന്ത് ചെയ്തു? ഈ ചെമ്പുപണിക്കാരൻ അങ്ങേര് ഒരുപക്ഷെ ഈ ഹുമനിയോസും അലക്സാണ്ടറും ഒക്കെ സഭയില് ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അവരുടെ പേരെടുത്ത്, അവർ വെറും സാധാരണ വിശ്വാസികൾ മാത്രമായിരുന്നിരിക്കില്ല, അവരൊരുപക്ഷെ ഈ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നിരിക്കണം. ഉപദേഷ്ടാക്കന്മാരുടെ നിലയിലോ മൂപ്പന്മാരുടെ നിലയിലോ ഒക്കെ ശുശ്രൂഷ മധ്യത്തിലേക്ക് വന്ന ആളുകളായിരുന്നിരിക്കണം ഈ ഹുമനിയോസും അലക്സാണ്ടറും ഒക്കെ. അതുകൊണ്ടാണ് അവരുടെ പേരെടുത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുകയും നിശ്ചിതമായ രീതിയിൽ അവരെ ശാസിക്കുകയും ചെയ്യുന്നു. തിമോഥെയോസിനോട് പോലും നീ കെയർഫുൾ ആയിരിക്കണം, നീ ശ്രദ്ധിക്കണം, അലക്സാണ്ടറിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഈ അലക്സാണ്ടറൊക്കെ എന്തായിരുന്നു? സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നിലയിൽ ഇരുന്നിട്ട് ഉപദേശത്തോട് ഗൗരവത്തോടുകൂടെ അടുത്തു വരാതെ തൻ്റെ ക്രിസ്തീയ ജീവിതത്തെ നശിപ്പിക്കുകയും മറ്റുള്ളവരെ കൂടെ എന്ത് ചെയ്തു? ഈ വ്യാജോപദേശത്തിലേക്ക് വലിച്ചിടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുകയാണ്. അങ്ങനെ ഇപ്പോഴത്തെ പണി എന്താണ്? ചെമ്പുപണിയാണ്. ദൈവത്തിന്റെ വചനവും ആത്മീയ ശുശ്രൂഷകളിലും സഭയുടെ ഉത്തരവാദിത്വങ്ങളിലും ഒക്കെ ഇരുന്ന ഒരു മനുഷ്യൻ ഇപ്പം എന്തോ ഒരു ചെമ്പുപണിയും ഒക്കെ ചെയ്തിട്ട് അവൻ മറ്റുള്ളവരെ കൂടെ എന്ത് ചെയ്യുകയാണ്? ഈ ജീവിതത്തിൽ നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥയിലേക്ക് ആയിത്തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ ഗൗരവമുള്ള കാഴ്ചപ്പാടുകൾ പുലർത്താത്ത അനേകരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ഈ അലക്സാണ്ടറും ഹുമനിയോസും ഒക്കെ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ എത്രയോ ആളുകൾ ഇതിന് വലിയ ഗൗരവം കൊടുക്കാതെ എങ്ങനെയെങ്കിലും ഒക്കെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്തുന്നവർക്ക് ഈ പോരാട്ടക്കളത്തിൽ വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അവരുടെയൊക്കെ വിശ്വാസ കപ്പൽ തകർന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ഇതിന് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയണം. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഗൗരവത്തോടുകൂടെ വിശ്വാസ ജീവിതത്തെ നോക്കിക്കാളും. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധന കഴിച്ചു നോക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗൗരവം ക്രിസ്തീയ ജീവിതത്തിൽ കാണിക്കണം. ആത്മീക ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, കൂടിവരവുകളോടുള്ള ബന്ധത്തിൽ, സഭാ കൂടിവരവുകളോടുള്ള ബന്ധത്തിൽ, സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ, പൊതു ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ, എല്ലാ മേഖലകളിലും ഉപദേശത്തിന് അധിഷ്ഠിതമായി ഗൗരവമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ പോരാട്ടക്കളത്തിൽ വിജയം പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഗൗരവം നിലനിർത്തണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സമയം വേഗത്തിൽ മുന്നോട്ട് പോയാണല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 6-ാമതായിട്ട്, പോരാട്ടക്കളത്തിൽ വിജയം കൈക്കൊള്ളണമെങ്കിൽ അപ്രിയമായ ഉത്തരവാദിത്തങ്ങളും ചിലപ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അപ്രിയമായ അല്ലെങ്കിൽ നമുക്ക് അത്ര സുഖകരമല്ലാത്ത ഉത്തരവാദിത്തങ്ങളും നമ്മൾ എന്ത് ചെയ്യണം?
ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ നോക്കിക്കേ, ഹുമനിയോസിനോടും അലക്സാണ്ടറിനോടും ബന്ധത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവരും ഈ കൂട്ടത്തിലുള്ളവരായിരുന്നു. അവർ ദൂഷണം പറയാതിരിക്കുവാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചു. അപ്പൊ ഈ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള പദപ്രയോഗത്തിന് പല ആശയങ്ങൾ ആളുകൾ കൊണ്ടുവരാറുണ്ട്. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ അവരെ സഭയിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു, അവയിൽ സഭയിൽ നിന്ന് അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ലളിതമായിട്ടുള്ള ഒരു ആശയം. ഒരുവൻ സഭാ ജീവിതത്തിൽ നിന്ന് മാറി നിന്നാൽ അവൻ പിന്നെ എവിടെയാണ്, ആരുടെ കൂട്ടായ്മയിലാണ് ആയിരിക്കുന്നത്? അവൻ ലോകത്തിന്റെ കൂട്ടായ്മയിലാണ്, അല്ലെങ്കിൽ പിശാചിനോടുള്ള ബന്ധത്തിലാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അവന്റെ ആത്മീയ കാഴ്ചപ്പാടുകൾ മുരടിച്ചു പോവുകയാണ്. ആ വ്യക്തിയുടെ ആത്മീയ കാഴ്ചപ്പാടുകളിൽ ഇരുൾ വീണത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ലൗകികമായ അല്ലെങ്കിൽ ലോകപരമായ ഒരു അവസ്ഥയിലേക്കാണ് ആയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ സഭയിലും കൂട്ടായ്മയിലും ഒക്കെ ആയിരിക്കുമ്പോൾ ഇതിന്റെ ശ്രേഷ്ഠത, അതിന്റെ ആ മാന്യത, നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ ക്രിസ്തുയേശുവിന്റെ മാന്യതയുടെ പങ്കാളിത്തം അനുഭവിച്ചുകൊണ്ട് ഈ സഭാ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ബോധവാന്മാരല്ല, ബോധവതികളുമല്ല. എന്നാൽ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ഈ കൂട്ടായ്മയിൽ നിന്നൊന്ന് അകന്നു പോയാൽ, അങ്ങനെ പോകാതിരിക്കട്ടെ, പോകരുത്, അപ്പോഴാണ് നമ്മൾ ഒരുപക്ഷെ ഇതിന്റെ വില, ഇതിന്റെ മൂല്യത്തെ മനസ്സിലാക്കുന്നത്. ഇവിടെ നോക്കുക, ഹുമനിയോസിനെയും അലക്സാണ്ടറിനെയും എന്ത് ചെയ്തിരിക്കുന്നു? അവരെ ഒരുപക്ഷെ പൗലോസ് അപ്പോസ്തലന് അവരെ അങ്ങനെ മാറ്റിക്കളയാനായിട്ട് അല്പം പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷെ അപ്രിയമായ ഒരു കാര്യവും സഭയോടുള്ള ബന്ധത്തിൽ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എന്നുള്ള നിലയിൽ എടുക്കേണ്ടതായിട്ട് വന്നു. അത് അവരെ നശിപ്പിച്ചു കളയുക എന്നുള്ള ഉദ്ദേശത്തിലല്ല. കൊരിന്ത്യർ ലേഖനത്തിൽ അവിടെ പ്രശ്നക്കാരനായ ഒരു മനുഷ്യനെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ നിർവഹിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് അത് ബോധമുണ്ടായി അദ്ദേഹം മടങ്ങി വരണം എന്നുള്ളൊരു ആശയമാണ് പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നത്. അവര് പാപം പെരുകുന്നത് തടയുവാനായിട്ട് അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. അതുകൊണ്ട് പാപം പെരുകുന്നത് തടയുവാനായിട്ട് അത് ആവശ്യമായിരുന്നു. തെറ്റ് ചെയ്ത ഒരു സഹോദരനെയും സഹോദരിയെയും അവരുടെ തെറ്റ് ബോധം ഉള്ളവരാക്കി തീർത്ത് അവരെ ബോധവൽക്കരിച്ചതിന് ശേഷം അവരെ കൂട്ടായ്മയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനായിട്ട് ഇത് ആവശ്യമായിരുന്നു എന്നുള്ള രീതിയിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ഈ പോരാട്ടക്കളത്തിൽ വിജയം കൈവരിക്കുന്നതിന് വേണ്ടി അപ്രിയമായ, നമുക്ക് അത്ര സുഖകരമല്ലാത്ത ചില തീരുമാനങ്ങളും നമ്മൾ നിർവഹിക്കേണ്ടതായിട്ട് വരും, എടുക്കേണ്ടതായിട്ട് വരും. പൗലോസ് അപ്പോസ്തലന് അത് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഇവിടെ വായിച്ച വാക്യങ്ങളിൽ നിന്ന് ലളിതമായ ചില ആശയങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ നമ്മൾ യുദ്ധകളത്തിലാണ്, യുദ്ധസേവ ചെയ്യുന്നു, അല്ലെങ്കിൽ പോരാട്ടമുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. ഈ പോരാട്ടമുള്ള ജീവിതത്തിൽ എങ്ങനെ വിജയം കൈവരിക്കാമെന്ന് ഈ 3 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ആദ്യമായിട്ട് നമ്മൾ ചിന്തിച്ചത്, ഈ പോരാട്ടം നമ്മൾ നയിക്കുമ്പോൾ ദൈവികമായ ഒരു കൂട്ടുത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള ബോധത്തോടു കൂടിയാണ് നമ്മൾ ആയിരിക്കുന്നത്. മകനെ തിമോത്തിയോസേ എന്ന് പൗലോസ് വിളിക്കുന്ന പോലെ മറ്റുള്ളവരെയും ചേർത്ത് നിർത്താനായിട്ടുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. രണ്ടാമതായിട്ട്, നമ്മുടെ വിളിയെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം. ആ ഒരു ചിന്തയോടുകൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട്, വിശ്വാസത്തെ മുറുകെ പിടിക്കുക. വിശ്വാസം എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഉപദേശത്തെയാണ്. ആ ഉപദേശത്തെ മുറുകെ പിടിക്കുവാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണം. നാലാമതായിട്ട്, നല്ല മനസാക്ഷി എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് ബന്ധിച്ചാൽ വിശുദ്ധമായ ഒരു ഹൃദയ കാഴ്ചപ്പാടോടുകൂടെ ഈ പോരാട്ടക്കളത്തിൽ പോരാടുവാനായിട്ട് സാധിക്കണം. എങ്കിൽ ദുർമനസാക്ഷിയെ നീക്കിക്കളഞ്ഞെങ്കിൽ മാത്രമേ വിജയം വരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അഞ്ചാമതായിട്ട്, വളരെ ഗൗരവത്തോടുകൂടെ ക്രിസ്ത്യ ജീവിതത്തെ നോക്കിക്കാണുവാനായിട്ട് കഴിയണം. ഹുമനിയോസും അലക്സാണ്ടറും ഒക്കെ ഗൗരവമില്ലാത്ത ചിന്താഗതി വെച്ച് പുലർത്തിയത് കൊണ്ടാണ് അവർക്ക് പരാജയം സംഭവിച്ചത്. ക്രിസ്ത്യ ജീവിതത്തെ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണുക. ആറാമതായിട്ട്, അപ്രിയമായ ഉത്തരവാദിത്വങ്ങളും ചിലപ്പോഴൊക്കെ നമുക്ക് നിർവഹിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അതിനുവേണ്ടി ധൈര്യത്തോടുകൂടെ, സുബോധത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആത്മാവിനെയാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ നോക്കിക്കാണുവാനായിട്ട് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പോരാട്ടം കർത്താവിന് വേണ്ടി പോരാടുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നല്ല യുദ്ധസേവ ചെയ്യുവാൻ, നല്ല പോരാട്ടം കഴിക്കുവാനും അത് മുഖാന്തരം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനും നമ്മുടെ കൂട്ടു സഹോദരന്മാർക്ക് ആത്മീയമായിട്ടുള്ള സഹോദരന്മാർക്കും സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആത്മീയമായിട്ടുള്ള കൂടുതൽ പ്രചോദനം നാം മുഖാന്തരം ഉണ്ടാകുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. ഇന്ന് പ്രകാരം
ഈ ദൈവവചനം പഠിക്കുവാനായിട്ട് നമുക്ക് ദൈവാൻ സഹായം ചെയ്ത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായിട്ട് ദാസനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ ജിജി സാം പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ആശീർവാദം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ജിജി സാം.